നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2030 എയർ ടാക്സികൾ UAEയുടെ ആകാശം കീഴടക്കും. 10 ഫ്ലൈയിംഗ് കാറുകൾക്ക് ഓർഡർ നൽകി. ഡാവിഞ്ചി തിളക്കം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിച്ച് UAE. ഉൽക്കവർഷത്തിനും സാധ്യത. വയനാട് ദുരന്തം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UAE. സർക്കാർ സേവനങ്ങൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തണം. ഷെയ്ഖ് മുഹമ്മദ്. ചൂട്, ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിലാളികൾക്ക് പരിശീലനം. കോർ എപ്പിസ്കോപ്പയ്ക്ക് യാത്രയയപ്പ്. വയനാടിന് സഹായവുമായി കേളി. 2030 എയർ ടാക്സികൾ UAEയുടെ ആകാശം കീഴടക്കും. 10 ഫ്ലൈയിംഗ് കാറുകൾക്ക് ഓർഡർ നൽകി. രാജ്യത്ത് എയർ ടാക്സി സർവീസിനായി സ്വകാര്യ വ്യോമയാന കമ്പനിയായ എയർ ഷറ്റാവു 10 ഇലക്ട്രിക് ഫ്ലൈയിംഗ് കാറുകൾക്ക് ഓർഡർ നൽകി. യൂറോപ്യൻ ഗതാഗത സ്ഥാപനമായ ക്രിസാലിയൻ മൊബിലിറ്റിയാണ് ഫ്ലൈയിംഗ് കാറുകൾ നൽകുന്നത്. 2030 ഷറ്റാവുവിന്റെ എയർ ടാക്സികൾ ആകാശം കീഴടക്കാൻ എത്തുക. 5 യാത്രക്കാർക്കും 1 പൈലറ്റിനും ഇരിക്കാനുള്ള സൗകര്യമാണ് എയർ ടാക്സിയിൽ ഉണ്ടാവുക. ഇതിൽ ചരക്കു നീക്കവും നടക്കും. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനാവും. 130 കിലോമീറ്റർ ദൂരം ഒറ്റ ചാർജിൽ സഞ്ചരിക്കാം. ദുബായിക്ക് പുറമെ അബുദാബിയിലും എയർ ടാക്സി സർവീസ് ആരംഭിക്കാൻ കമ്പനിക്ക് പദ്ധതിയുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഡാവിഞ്ചി തിളക്കം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിച്ച് UAE. ഉൽക്കവർഷത്തിനും സാധ്യത. ആകാശം നിറയുന്ന ഡാവിഞ്ചി തിളക്കം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിച്ച് UAE. സൂര്യാസ്തമയ ശേഷം മാനത്ത് ചന്ദ്രനോട് ചേർന്നുണ്ടാകുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് ഡാവിഞ്ചി ഗ്ലോ എന്നറിയപ്പെടുന്നത്. ഓഗസ്റ്റ് 4 ഈ കാഴ്ചകൾക്ക് ആകാശം സാക്ഷ്യം വഹിക്കും. ഈ പ്രതിഭാസം ആദ്യം കണ്ടെത്തിയത് വിഖ്യാത ചിത്രകാരൻ ലിയനാർഡോ ഡാവിഞ്ചി ആയതിനാലാണ് ഈ പ്രതിഭാസത്തിന് അദ്ദേഹത്തിന്റെ പേരിട്ടത്. ഏതാനും ആഴ്ചകൾ ഈ പ്രതിഭാസം തുടരും. വിദൂര മരുഭൂമികളിലാവും ഉൽക്കവർഷം കൂടുതൽ ദൃശ്യമാവുക. നഗരമേഖലയിൽ വെളിച്ചം സംവിധാനവും മറ്റും മൂലം കാഴ്ചയുടെ സാധ്യത കുറയും. തെളിഞ്ഞ ആകാശവും തടസ്സങ്ങളില്ലാതെ പരന്ന പ്രദേശങ്ങളുമാണ് കാഴ്ച കാണാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഇരുട്ടുമായി കണ്ണ് ഇഴകിച്ചേരാൻ തന്നെ 10 മിനിറ്റ് വേണ്ടിവരും. മണിക്കൂറുകൾ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് മാത്രമാണ് ഈ കാഴ്ചകൾ കാണാനുള്ള അവസരം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. വയനാട് ദുരന്തം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UAE. വയനാട് ഉരുൾപൊട്ടലിൽ ഇന്ത്യയെ അഗാധ ദുഃഖം അറിയിച്ച് UAE. ദുരന്തത്തിൽ മരിച്ചവരോടും കുടുംബത്തോടുമുള്ള ആദരവും അനുശോചനവും UAE വിദേശകാര്യ മന്ത്രാലയം പ്രകടിപ്പിച്ചു. അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ദുരന്തമാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് UAEയുടെ പിന്തുണയും ദുഃഖവും അറിയിക്കുന്നതായി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പരിക്കേറ്റവർ വേഗം സുഖപ്പെടട്ടെ എന്നും ആശംസിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. സർക്കാർ സേവനങ്ങൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തണം. ഷെയ്ഖ് മുഹമ്മദ്. സർക്കാർ സേവനങ്ങൾ ഏറ്റവും ഉയർന്ന രാജ്യാന്തര നിലവാരം കൈവരിക്കണമെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നിർദ്ദേശിച്ചു. പാർപ്പിടം, ജോലി, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി രാജ്യത്തിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ ഉയർന്ന ജീവിത നിലവാരം നിലനിർത്താനുള്ള പരിശ്രമം തുടരണം. ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ ഒന്നായി മാറാനുള്ള UAEയുടെ പരിശ്രമം ഇനിയും മുന്നോട്ടു പോകണം. മികച്ച സേവനം നൽകുന്ന മന്ത്രിമാരെയും സർക്കാർ സ്ഥാപനങ്ങളെയും ഷെയ്ഖ് മുഹമ്മദ് അഭിനന്ദിച്ചു. വിദേശകാര്യ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് അൽ നഹ്യാനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. നിലവിലുള്ള വികസന പദ്ധതികൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ചൂട്, ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിലാളികൾക്ക് പരിശീലനം. കടുത്ത ചൂടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനും പ്രത്യേക പരിശീലനം സംഘടിപ്പിച്ചു. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളെ ലക്ഷ്യമിട്ടാണ് പരിശീലനം സംഘടിപ്പിച്ചത്. പ്രിവെൻഷൻ ആൻഡ് സേഫ്റ്റി അതോറിറ്റിയുടെ സഹകരണത്തോടെ സലാമ ട്രെയിനിംഗ് സെന്റർ പരിശീലനത്തിന് നേതൃത്വം നൽകി. കടുത്ത ചൂട് നേരിടാനും മുൻകരുതലുകൾ എടുക്കാനും തൊഴിലാളികളെ പരിശീലിപ്പിച്ചു. തൊഴിൽ മേഖലയിൽ ആരോഗ്യവും സുരക്ഷയും പാലിക്കുക എന്നത് ഒരു സംസ്കാരമായി തൊഴിലാളികൾ വളർത്തിയെടുക്കണം.
കടുത്ത ചൂടിൽ ശരീര ഊഷ്മാവ് സാധാരണ നിലയിൽ നിലനിർത്തുന്നതിനുള്ള മാർഗങ്ങൾ പരിശീലിപ്പിച്ചു. കൂടുതൽ വെള്ളം കുടിക്കുന്നത് ചൂടുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. സൂര്യപ്രകാശം നേരിട്ട് ശരീരത്ത് പതിക്കാതിരിക്കാനുള്ള സുരക്ഷാ വസ്ത്രങ്ങൾ ധരിക്കുന്നതും പരിശീലിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഷാർജ. കോർ എപ്പിസ്കോപ്പയ്ക്ക് യാത്രയയപ്പ്. സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവക വികാരി ഫിലിപ്പ് എം സാമുവേൽ കോർ എപ്പിസ്കോപ്പായ്ക്ക് ഇടവക യാത്രയയപ്പ് നൽകി. പുതിയ വികാരി ഫാദർ ഡോക്ടർ ഷാജി ജോർജിന് സ്വീകരണം നൽകി. സഹവികാരി ഫാദർ ജിജോ രാജൻ പുതുപ്പള്ളി, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, ഷാർജ മാർത്തോമ ഇടവക വികാരി റവറന്റ് രഞ്ജിത്ത് ഉമ്മൻ ജോൺ, ഷാർജ CSI ഇടവക വികാരി റവറന്റ് സുനിൽ രാജ് ഫിലിപ്പ്, ഇടവക ട്രസ്റ്റി തോമസ് തരകൻ, സെക്രട്ടറി ബിനു മാത്യു, ജോയിന്റ് സെക്രട്ടറി ജെയിംസ് ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഷാർജ. വയനാടിന് സഹായവുമായി കേളി. ഉരുൾപൊട്ടലുണ്ടായ വയനാടിന് അടിയന്തര സഹായമായി റിയാദ് കേളി കലാ സാംസ്കാരിക വേദി 10 ലക്ഷം രൂപ നൽകുമെന്ന് കേളി സെക്രട്ടേറിയറ്റ് പ്രഖ്യാപിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നാട്ടിൽ അവധിയിലുള്ള എല്ലാ പ്രവർത്തകരോടും പങ്കാളികളാകാൻ കേളി രക്ഷാധികാരി സെക്രട്ടറി KPM സാദിഖ് ആഹ്വാനം ചെയ്തു. ദുരന്തത്തിന്റെ വ്യാപ്തിയും മരണസംഖ്യയും ഒന്നും വ്യക്തമായിട്ടില്ലെങ്കിലും അടിയന്തര സഹായമായി ആദ്യ ഗഡുവായാണ് സഹായം നൽകുന്നത്. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത്. വിറങ്ങലിച്ചു നിൽക്കുന്ന കേരളത്തെ സഹായിക്കുന്നതിന് ഓരോ മനുഷ്യസ്നേഹികളും രംഗത്തിറങ്ങണമെന്നും കേളി സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ദുരന്തത്തിൽ പ്രിയപ്പെട്ടവർ മരണമടഞ്ഞ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും കേളി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.